സ്പോർട്സിൽ ഉന്മേഷം ലഭിക്കാൻ, പരീക്ഷയിൽ ഒരു ശ്രദ്ധ ലഭിക്കാൻ, ടൂറൊന്ന് വൈബാക്കാൻ, ആഘോഷങ്ങളൊന്ന് ഉഷാറാക്കാൻ ഒരു തവണയെങ്കിലും നിനക്ക് ലഹരി ഉപയോഗിച്ചുകൂടെ? എന്തിനാണ് ഇതിനോട് ഇത്രത്തോളം അറപ്പ്? എന്തിനാണ് ഇതിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? നമ്മുടെ കൂടെ പഠിക്കുന്ന എത്ര കുട്ടികളാണ്, എത്ര വിദ്യാർത്ഥികളാണ് ഈ ലഹരിയുമായി അവർക്ക് ബന്ധമുണ്ടല്ലോ, അവർ അത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവരവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ മാത്രം എന്തിനാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കുള്ള ഉത്തരം വിശുദ്ധ ഖുർആനിന്റെ ഉത്തരമാണ്. ആ ലഹരി എങ്ങാനും ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ആ ലഹരിയെ നിങ്ങൾ മാറ്റി നിർത്തണം. ലഹരി ഉപയോഗിക്കുന്ന സദസ്സിലിരിക്കുക എന്നത് മതപരമായി വിരുദ്ധമായ ഒന്നാണ്. ആളുകളെല്ലാം ലഹരി ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, ആ സദസ്സിൽ ഇരിക്കാൻ പാടില്ല എന്നത് നമ്മുടെ നിയമമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിച്ച ആളുകളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ലഹരി ഉപയോഗിച്ച ആളുകൾക്ക് ശിക്ഷ വിധിക്കുകയാണ്. അവരെ അടിക്കണമെന്ന ശിക്ഷ വിധിച്ച സമയത്ത് ലഹരി ഉപയോഗിച്ച ഒരു മനുഷ്യൻ ആ സദസ്സിലിരുന്ന ലഹരി ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഖലീഫയോട് പറഞ്ഞു, ഖലീഫ, ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഖലീഫ പറഞ്ഞത് ശിക്ഷ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത്, അതിന് നിങ്ങൾ പണം കൊടുക്കരുത്. നിങ്ങളുടെ വീടാകട്ടെ, നിങ്ങളുടെ വിവാഹമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതാഘോഷമാകട്ടെ, ഞാൻ ലഹരി ഉപയോഗിക്കാത്തവനാണ്. ഉപയോഗിക്കുന്നവർക്ക് മദ്യം സേവിക്കാൻ പണം കൊടുക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. നമുക്ക് മതപരമായി അത് പാടില്ല. അത് ഏത് തരത്തിലാണെങ്കിലും, അതിന്റെ അളവ് കുറവാണെങ്കിലും അതിന്റെ കൂടുതലാണെങ്കിലും